നാട്ടുകാരന്മാരെ നാട്ടുകാരികളെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കാൻ തുടങ്ങാൻ കൊടുക്കുകയാണ്. ഒന്നാമനായിട്ട് ജയിച്ചതാ, അപ്പോഴാ അപകടം ഉണ്ടായത്. അതോടെ പഠിത്തം നിർത്തി. അപ്പൊ ഞാനാ കേമൻ 10ാം ക്ലാസ്സിൽ തോക്കൊന്ന് പേടിച്ചപ്പോ 2ാം ക്ലാസ് വെച്ച് പഠിപ്പ് നിർത്തി. പാടത്ത് ജോലി, വരമ്പത്ത് കൂലി, അതാ സാത്താൻ്റെ ഒരു ലൈൻ. സൂക്ഷിച്ച് ചെലവാക്കണം. കുറച്ച് ബാങ്കിലോട്ടോ. ഈ കോലത്തിൽ അവള് വളയില്ല. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ, കൂടുതലില്ല. പതുക്കെ ശവം അങ്ങാടി തോറ്റൻ അമ്മയുടെ നെഞ്ചത്ത്. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഞാൻ ഉണ്ടാക്കി വെച്ച കടവും ബാധ്യതയൊക്കെ തീർത്തിട്ടേ അച്ഛന്റെ മുമ്പിൽ വരുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയതാ. ആ വാക്ക് തെറ്റിക്കണ്ട. എനിക്കൊരല്പ സമയം കൂടി വേണം. മിസ്റ്റർ കുമാർ, ഒന്ന് പുറത്തു വെക്കൂ. അപ്പൊ ഞാൻ അത്രയും പെട്ടെന്ന് പുറത്താ. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. നീ ആ കയ്യങ്ങട് തന്നെ ഒന്നിനും പ്രതികരിക്കാത്തതിന് 100ൽ 100 മാർക്കാ നിനക്ക്. നീ ഗാന്ധിജിയാടാ, താടിയും മുടിയും വളർത്തിയ മഹാത്മാഗാന്ധിജി. ഈ പുല്ലൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഞാൻ പോയേനെ. പക്ഷെ തമ്പുരാട്ടി റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്നതാണ് മര്യാദ. തമ്പുരാട്ടി റിക്വസ്റ്റ് ചെയ്തോണ്ടൊന്നുമല്ല, പോയാൽ ഇളയപ്പം ബുദ്ധിമുട്ടിലാവും അല്ലേ? അല്ല, അതല്ലെങ്കിൽ ഇളയപ്പം ബുദ്ധിമുട്ടിലാവുമല്ലോ. ആരായി പുതിയ അവതാരം? അച്ഛനാ? എനിക്ക് തോന്നി രണ്ടുപേർക്കും ഒരേ ചായ. വേഗം ചെല്ലി, എന്തെങ്കിലും സമ്മാനം കിട്ടാതിരിക്കില്ല. നീ നോക്കിക്കോ, ഞാൻ അതിൽ പിടിച്ച് കേറും. സമ്മാനത്തിലാ ഇത്തിരി വെള്ളം കുടിച്ചാവാല. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? വാക്കത്തെടുത്ത് വീശടാ. എടാ, വീശല്ല, ഇവന്റെ നേരെ വീശ്. കുറച്ചുകൂടി സ്പീഡിൽ വീശടാ. എടാ പട്ടി, നീ കാണിച്ച പരാക്രമത്തിനൊക്കെ വിശ്വനാഥം പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് നിന്റെ അപ്പനിട്ടു. വയസ്സും ഐശ്വര്യം നൽകി കാക്കണമേ. ആമേൻ. പഠിച്ചോനെ. പ്രാർത്ഥിച്ചോളൂ. ആഗ്രഹിക്കാനും ഒരു യോഗ്യതയൊക്കെ വേണം, അതും എന്നെ പോലൊരാളെ. എന്റെ യോഗ്യത എന്തെന്ന് എന്നെ സ്നേഹിച്ചവർക്കൊഴികെ വേറെ ആർക്കും മനസ്സിലാകില്ല. നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ നേടിയതിന്റെ ഒക്കെ വില മനസ്സിലാവും. എനിക്ക് വയ്യ, കരഞ്ഞത് എനിക്ക് മടുത്തു. ജനിച്ച പണക്കാരനായിട്ട് ജനിക്കണമെന്നേ, എന്നെ പോലെ ജനിച്ചാലേ ഒരു ഗതിയും പിടിക്കില്ല. പണമുള്ളവനാ ഞങ്ങൾ അതിനെ ആഗ്രഹിക്കാൻ പാടില്ല. ചുമ്മാ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കൊടുത്തീർക്കാൻ കടങ്ങൾ ഏറെയുണ്ട് എനിക്ക്. എന്റെ കടങ്ങൾ വീട്ടാൻ തയ്യില്ലെന്ന് എനിക്കറിയാം. എന്നിട്ട് നിന്റെ പുറകിൽ ഓട്ടം തുടങ്ങിയിട്ട് കാലം കുറയായി, നിർത്താൻ പറ്റുന്നില്ല, ശീലമായി പോയി. നിങ്ങൾക്കിപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്. കണ്ടക ശനിയാണെന്ന്. വ്യാഴനും ശനിക്കുമിടയിൽ വെള്ളി ജാമായിട്ടിരിക്കുകയാണ്. ശുക്രന് മരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ട്രാഫിക് ബ്ലോക്ക് മാറണ്ടേ. കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടാം. ഓക്കെ. ഈ അടിത്തടയൊക്കെ നല്ലോണം പഠിക്കണോ? കൂടെ അപ്പതാണ് ആരടിക്കാൻ വന്നാലും അടിച്ചു ഓടിക്ക മുടിയും. കളി കാര്യമായി തുടങ്ങിയിട്ടാ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി നീ പുറത്തിറങ്ങിയേ പറ്റൂ. ഇപ്പൊ ധൈര്യമായിട്ടിരിക്കെ. അങ്ങനെ ധൈര്യമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല മോളെ. സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണ്. ആഴമുള്ള കടലിൽ മുങ്ങിത്തപ്പുന്നവനെ രത്നങ്ങൾ ലഭിക്കുകയുള്ളൂ. അവന്മാരൊക്കെ പോലീസ് സ്റ്റേഷൻ കാണുന്നതിന് മുമ്പ് അവിടെ കയറി നിരങ്ങിയവനല്ലേ നീയൊക്കെ. ആ നിനക്കിന് ഞാൻ പറഞ്ഞു തരണോ പോലീസുകാരെ എങ്ങനെ നിലനിർത്തണം? നിന്റെ കാലിന്റെ ഇടയിലെ പരാതി കേൾക്കാൻ എനിക്കിപ്പോ സമയമില്ല. നീ എന്താന്ന് വെച്ചോ ചെയ്തോ. ഇയാളെന്തിനാ ഇങ്ങനെ ഞങ്ങളുടെ പുറകെ നടക്കുന്നേ? പ്രൊട്ടക്ഷൻ. ഇതെന്താ ഞങ്ങൾക്ക് മാത്രമല്ലോ പ്രൊട്ടക്ഷൻ? പ്രായോ സൈസൊക്കെ നോക്കിയേ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കാറുള്ളൂ. ഇനി നിനക്ക് എന്താ അറിയണ്ടേ? ഞാനാണോ പെണ്ണാണോന്ന് അറിയില്ല. ആസനത്തിൽ അമ്പ് ഇറച്ച മതിരി ഞാൻ ഇങ്ങനെ കിടന്ന് നടക്കുക. അധികം എന്റെ അടുത്ത് കളിക്കണ്ടടാ ഗൂർക്കേ. പണി എടുക്കുകയില്ല, പണി എടുക്കുന്നവരെ പരിഹസിക്കുക. എന്നിട്ടിപ്പോ ചെയ്യണ്ടേ? നമ്മുടെ കൂടെ അങ്ങോട്ട് പോരണ്ട, അതോ ഞങ്ങള് കയ്യും കാലും കെട്ടി പൊക്കി കൊണ്ടോണ? ഇപ്പിനെ നിങ്ങൾ പൊക്കിയ പൊങ്ങലുണ്ടാക്കളാങ്ങളെ. മുതലാളി എന്താ
ഓടിച്ച നീ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. വേണ്ട മോളെ, ചായം ബജ്ജൊന്നും ഇപ്പൊ വേണ്ട. ആളാവാൻ വേണ്ടി അറിഞ്ഞു വെച്ചോണ്ടാ നീ ഈ കളി കളിച്ചതെങ്കിൽ അത് തീക്കളിയാ, ഓർത്തോ. സാർ ഇപ്പൊ പറഞ്ഞ തീക്കളിയില്ലേ, അത് ഞാൻ കളിച്ചു നോക്കാൻ പോവാ. ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ അലക്സാണ്ടർ. മൂന്ന് ദിവസമായി നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ കൊടുക്കണു. എന്താടാ പണി തീർന്നില്ലേ? ഇന്നലെ രാത്രി 12:30 പണി തീർന്നു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അതല്ല, നിന്റെ പണി തീർന്നു. എന്റെ പണി തീർന്ന ഞാനിങ്ങനെ നിൽക്കുവോ? മൂക്കിൽ പഞ്ഞയും വെച്ച് എല്ലായിടത്തും പോയി റെസ്റ്റ് എടുക്കൂലേ? പിന്നെ നമ്മുടെ നെഞ്ചത്തേക്ക് വന്ന അതും വാങ്ങി വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ചുറങ്ങണത് ശീലമില്ലാത്തൊരു കാര്യം. നമുക്കിട്ടൊരു പണി വന്ന നമ്മളത് പണി, ആരാണെങ്കിലും പണി, വീട്ടിൽ കയറി പണി. നിയമം കൊണ്ട് നശിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടെ ശ്രമിച്ചപ്പോ ഇന്ന് വരെ നിയമത്തെ നിഷേധിച്ചിട്ടില്ലാത്ത അവൻ നിങ്ങൾക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റാത്ത കളി കളിച്ചു. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ മിടുക്കനാണ് ഈ എബ്രഹാമിന്റെ സന്തതി. എടി, ഇവൻ മറ്റു 4 പേരെ പോലെ കഴുതയല്ല, 10 വയസ്സ് കൂടുതലാ. എന്തോന്ന് തലയിൽ ഇത്തിരി കൂടുതലുണ്ടെന്ന്. മുടിയാ? എങ്കി പിന്നെ മുട്ടയടിച്ചങ്ങ് വിട്ടുകളയാന്ന്. മുടിയല്ലടി, ബുദ്ധി ബുദ്ധി. ആള് ഭയങ്കര കലിപ്പനാണല്ലേ. തീരുമാനിക്കും. പൊന്നുമലക്ക് ഞാൻ എടുത്തോളാം. പൊന്നുമലക്ക് ഞങ്ങൾ എന്നും വിൽക്കേണ്ടവരും നഷ്ടപ്പെടേണ്ടവരും, ലീലാ ഗ്രൂപ്പ് എന്നും വാങ്ങുന്നവരും നേടുന്നവരും ഒരു തരി മണ്ണ് ഞാൻ വിട്ടുതരില്ല. എല്ലാം എന്റെ കാൽ കീഴിലാന്ന് ധരിക്കുന്ന, മീശയില്ലാണ്ട് മീശ പിരിച്ചുകൊണ്ടിരിക്കുന്ന നേർപ്പേൽ മത്തായി എന്തൊക്കെ വളച്ചെടുത്തിട്ടുണ്ട്, എന്തൊക്കെ എവിടെയൊക്കെ പൂഴ്ത്തിവെച്ചുണ്ടെന്നും ആരെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് ഞാൻ പറഞ്ഞോളാം. ഓരോന്നിനോരോ സമയമുണ്ട് ദാസ. അതേടാ, നമ്മുടെ സമയം തുടങ്ങി കഴിഞ്ഞു. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. ഞാൻ ഏൽക്കാൻ പോവാ. ഏൽക്കട്ടെ. ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ. ഇപ്പോഴാണ് എനിക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായത്. നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? തിന്നട്ടെല്ലിന്റെ കുത്തൽ, കാശിന്റെ കുന്തളിപ്പ്. കണ്ടാലും ഇന്ത്യയിലും തോന്നിയില്ലെങ്കിലും നമുക്കൊന്നും അളക്കാൻ പറ്റാത്തത്രയും കാശായി സ്വാമി എന്നതിന്റെ പത്താഴത്തിൽ. അത് ശരിയാ, കാശ് എന്റേതാണ്. പക്ഷെ ഞാൻ ഒരു 6 പിശുക്കനാണ്, ആർക്കും 5 പൈസ കൊടുക്കില്ല. ബട്ട് ഇവൻ ചോദിച്ചാൽ ഞാൻ കാശല്ല എന്റെ ലൈഫ് വരെ കൊടുക്കും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അധികം സന്തോഷിക്കുന്ന ദിവസമാണെന്ന് സാർ. ഇന്ന് എനിക്ക് അതുകൂടി അറിയണം. ആരാണ് ഈ സൂപ്പർമാൻ? നിത്യാണോ? ഞാനോ? ഞാൻ എങ്ങനെയാണ് സാർ മാനാകുന്നത്? പിന്നെ താനാണോ? അങ്ങനെ ചോദിച്ചാൽ സാറിന് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് വേറെ ആരായാലും ഒരിക്കലും താനാവില്ല. വെരി കറക്റ്റ് സാർ. മനസ്സിലായി കാണുമല്ലോ, ഞാൻ മറ്റേ വലിയ കോടീശ്വരൻ MBBS. എന്നെ രക്ഷപ്പെട്ടു. പിന്നെ പെട്ടു. ഞാൻ എന്താ ഈ കാണുന്നത്? സ്വപ്നമാണോ? നിന്നെ പോലുള്ളവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഇതൊരു ഭാഗ്യമാണെന്ന് കരുതാനോ? മഹാഭാഗ്യം തന്നെയാണ്. പക്ഷെ ഒന്നോർത്തോ, എപ്പോഴും ഇനിമേൽ ആ ടെറിട്ടറി നിന്റെ, ഈ ടെറിട്ടറി എന്റെ എന്നൊന്നും പറയണ്ട. വിട്ടുപിടി. പ്ലീസ്, ഞാനൊന്ന് ഓർഡർ ചെയ്യട്ടെ. ഒന്ന് അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കൂ. കോടീശ്വരന്മാരെ ഇങ്ങനെ ശല്യം ചെയ്യരുത് പ്ലീസ്. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിൽ